എങ്ങനെ ഒരുപാട് പറയാനുണ്ട്. അന്യ പുരുഷന്മാരുടെ ഇടയിൽ കൂടെ കയറിയെന്ന് തലയിൽ തട്ടവിട്ട് ഫുൾ കൈ വിട്ട് പട്ടുറുമാല് ആടാൻ വേണ്ടി മുസ്ലിം സമുദായത്തിലെ സഹോദരിമാര് തയ്യാറാകുമ്പോ മനസ്സിലാക്കിക്കോ, നിനക്ക് ലജ്ജയില്ല എന്നുള്ളത്. നിന്നെ ആര് കെട്ടിക്കൊണ്ട് പോകുന്നോ മനസ്സിലാക്കിക്കോ, അടുത്തവനുമായി അവൾക്ക് തീർച്ച ബന്ധമുണ്ടായിരിക്കും. ഇത്രയും പുരുഷന്മാരുടെ മുന്നിൽ ഇരുന്ന് പാടാനും കൊഞ്ചാനും കൈയടിക്കാനും ഒക്കെ തയ്യാറാകുമ്പോൾ അവൻ മനസ്സിലാക്കിക്കോ, അവൾക്ക് ലജ്ജയില്ലാത്തവളാണ്. അൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ. ലജ്ജ ഈമാന്റെ ഭാഗമാണ്. ലജ്ജ ഈമാന്റെ ഭാഗമാണ്. ഈമാനുള്ള ഒരു പെണ്ണിനെ അപേക്ഷിച്ചിടത്തോളം അന്യ ഒരു പുരുഷന്റെ മുഖത്തേക്കും തുറിച്ചു നോക്കാൻ കഴിയില്ല. അന്യ ഒരാളെ നോക്കാൻ കഴിയില്ല. അന്യരുമായി കൊഞ്ചാൻ കഴിയില്ല. അന്യ സമുദായവുമായിട്ട് ഇഴുകിച്ചേർന്നുകൊണ്ട് നൃത്തം ചവിട്ടാനോ പാട്ട് പാടാനോ ജീൻസും ഹാഫ് ഷർട്ടും ഇട്ടുകൊണ്ട് സമുദായത്തിന്റെ മുന്നിൽ അവരെ ത്രസിപ്പിക്കുന്ന തരത്തിൽ പാട്ട് പാടി ആലപിച്ചുകൊണ്ട് കയ്യടി നേടാൻ ഹയാ ഉള്ള ലജ്ജയുള്ള പെണ്ണിന് കഴിയില്ല. മനസ്സിലാക്കിക്കോ. അങ്ങനെ സംഭവിച്ചാൽ ഈമാനില്ലാത്തതിന്റെ കുറവാണ്. ഈമാനുള്ള ഒരു പെണ്ണും ഇങ്ങനെ ജനങ്ങളെ ത്രസിപ്പിക്കാൻ വേണ്ടി ആട്ടവും ചാട്ടത്തിനും നൃത്തത്തിനും വേണ്ടി പോവുകയില്ല. അതുകൊണ്ട് മനസ്സിലായിക്കോ, പ്രവാചകന്മാരുടെ സ്വഭാവത്തിൽപ്പെട്ട കാര്യമാണ്. പ്രവാചകന്മാരുടെ അനുയായികളാണെങ്കിൽ, പ്രവാചകന്മാരുടെ പാരമ്പര്യത്തിന്റെ ഉടമകളാണ് മുസ്ലിം സമുദായമെങ്കിൽ മനസ്സിലാക്കിക്കോ, ഹയാ നിങ്ങൾക്ക് നിർബന്ധമായ കാര്യമാണ്. ഹയാ നിർബന്ധമായ കാര്യമാണ്. ഇവിടെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി തരുന്നു. പ്രവാചകന്റെ വാക്ക് കേട്ടോളി. പരിശുദ്ധ ഖുർആനും ഹദീസും ജീവിച്ച് മനസ്സിലാക്കി ജീവിക്കുന്ന സമുദായമേ, നാളെ അള്ളാഹുവിന്റെ കോടതിയുടെ മുന്നിൽ പടച്ചവന്റെ പരിശുദ്ധമായ മുഖം കണ്ടുകൊണ്ട് സന്തോഷിച്ച് സ്വർഗത്തിലേക്ക് കടക്കണമെന്ന ആഗ്രഹം നമുക്കുണ്ട് എങ്കിൽ ബഹുമാനപ്പെട്ട പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചു തന്ന വാക്കാണ്, അന്യ സ്ത്രീകളുമായി അന്യ പുരുഷനുമായി ചെങ്ങാത്തം നമുക്ക് വേണ്ട. ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ അന്യ പെണ്ണുമായി ചേർന്ന് മുട്ടിയുരുമി യാത്ര ചെയ്യുകയോ സഞ്ചരിക്കുകയോ കൊഞ്ചുകയോ ഒക്കെ ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞ എന്താ? ലാ യുതഅന ഫീ റഅസി അഹദികും. നിന്റെ തലയിൽ ഒരു ഇരുമ്പ് കമ്പി കുത്തിയിറക്കിക്കോ. നിന്റെ തലയിൽ ഒരു ഇരുമ്പ് കമ്പി ഒരുവൻ അവന്റെ തലയിൽ കുത്തിയിറക്കട്ടെ. അത് തന്നെയാണ് ശ്രേഷ്ഠം. ഖൈറുൽ ലഹു മിൻ അയ്യമസ്സ ഇംറാതൻ. മറ്റൊരു പെണ്ണിനെ അവൻ തൊടുന്നതിനേക്കാൾ ലാ യഹില്ലു ലഹു, അവൻ അനുവദിക്കപ്പെടാത്ത അവന്റെ ഭാര്യയോ അവന്റെ പെങ്ങളോ അവന്റെ മാതാവോ അല്ലാതെ അന്യ പെണ്ണിനെ ഒരുവൻ മുട്ടിയുരുമി യാത്ര ചെയ്യുകയും അന്യ പെണ്ണുമായി ചങ്ങാത്തം സ്ഥാപിക്കുകയും ചെയ്യുന്നത് നീ കണ്ടാൽ മനസ്സിലാക്കിക്കോ, അതിനേക്കാൾ നല്ല കാര്യം അവന്റെ തലയിൽ ഒരു ഇരുമ്പ് വാര കുത്തിയിറക്കലാണ്. ഇല്ലെങ്കിൽ നാളെ അള്ളാഹു അത് ചെയ്യും. പല്ല കൂസിലുണ്ടോ? ബസ് യാത്ര ചെയ്ത് പോകുമ്പോ, പള്ളിക്കൂടത്തിൽ പോകുമ്പോ, ബസ്സിന്റെ സീറ്റിലിരിക്കുമ്പോ, സാറ് അധ്യാപകൻ ക്ലാസ് റൂമിൽ നിന്ന് പുറത്തോട്ടിറങ്ങി പോകുമ്പോ, 10 മണിക്ക് ക്ലാസ് തുടങ്ങിയാൽ 8:15 ക്ലാസ്സിനകത്ത് എല്ലാവരും ഹാജരാവും. എന്തിനായി ഹാജര് നേരത്തെ വരുന്നത്? എന്തിനാ വരുന്നത്? പിയൂണിന്റെ അടുത്ത് ചോദിച്ചാൽ മതി. പിയൂണിനെ ഭീഷണിപ്പെടുത്തി മര്യാദയൊക്കെ തുറന്നു തന്നോ, ഇല്ലെങ്കിൽ ജോലിയില്ലാന്ന്. നേരത്തെ വരികയാണ് ഇവിടെ. എന്നാൽ നേരത്തെ എഴുന്നേറ്റ് പോയി പഠിക്കുക, അതൊന്നുമല്ല. ഇവിടെ ലക്ഷ്യം വേറെ. അറിയാൻ നേരിട്ട് ഇവനി തന്നെ പല പിയൂണുകളും വന്ന് നമ്മുടെ അടുത്ത് പറയുന്ന വാക്കുകളാണ്. ബഹുമാനമുള്ള സഹോദരൻ, എന്താ അള്ളാഹ് ഇവിടെ സ്വർഗം കൊടുത്തോ ഇവർക്ക്? ഊർലിങ്ങളെ എവിടെയാ കൊടുത്തു കഴിഞ്ഞു? ഇനി അവിടെ ഇല്ലാത്തത് കൊണ്ടായിരിക്കും എവിടെയാ കൊടുത്തത്. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ സ്പർശിക്കാൻ നിൽക്കണ്ട, അങ്ങനെ പോകാൻ നിൽക്കണ്ട. അങ്ങനെ ചെയ്താൽ അതിനേക്കാൾ ശ്രേഷ്ഠം ഒരു കമ്പിപ്പാര തലയിൽ ഇടിച്ചിറക്കിക്കോ. വീണ്ടും റസൂലുള്ളാഹി പറയാണ്, ഇയ്യാക വൽ ഖൽവത ബിന്നിസാ. സ്ത്രീകളുമായി ഒറ്റയ്ക്കിരിക്കൽ നീ സൂക്ഷിച്ചോ, ഒറ്റയ്ക്കുള്ള ചങ്ങാത്തം നീ സൂക്ഷിച്ചോ. ലഅൻ യസ്ഹമ റജുലുൻ ബിംറാത്തിൻ ഖൈറുൽ ലഹു മിൻ അൻ യസ്ഹമ ഖിൻസീറൻ മുതലത്തിഖൻ ബിതീനിൻ ഔ ഹംഅത്തിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഒരു സ്ത്രീയുമായി അന്യ പെണ്ണുമായി ഒറ്റയ്ക്കിരിക്കുന്നത് സൂക്ഷിച്ചോ. ഒരു പെണ്ണും ഒരാണും അന്യ പെണ്ണും ഒരു അന്യ പുരുഷനും ഒരു അന്യ സ്ത്രീയും ഒറ്റയ്ക്കിരിക്കുമ്പോ തീർച്ച അവർക്കിടയിലേക്ക് പിശാച് കടന്നു വരും. പിന്നെ പിശാച് കടന്നു വന്നാൽ പിന്നെ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ അവിടെ തൊടണമെന്ന് തോന്നും, ഇവിടെ തൊടണമെന്ന് തോന്നും, ഉന്തണമെന്ന് തോന്നും, തള്ളണമെന്ന് തോന്നും, ഞോണ്ടണമെന്ന് തോന്നും, തോണ്ടണമെന്ന് തോന്നും, ഒക്കെ തോന്നിപ്പിക്കും. അത് മൂപ്പിലാന്റെ സ്വഭാവമാണ്. അത് പണ്ടേ അതിനുള്ള ഇജാസത്ത് അവിടുന്ന് വാങ്ങിക്കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്.
അതുകൊണ്ട് അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കല്ലേ. ഒറ്റയ്ക്ക് ഇരുന്നാൽ ചിലപ്പോൾ സംഭവിച്ചു പോകും. ഒറ്റയ്ക്ക് ഇരിക്കാതിരുന്നാൽ പ്രശ്നമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇത് നീ അനുസരിക്കാതെ എങ്ങാനും ഒരു പെണ്ണുമായി ഒറ്റയ്ക്കിരുന്നാൽ അതിനേക്കാൾ ശ്രേഷ്ഠമാണ് സഹോദരാ, അതിനേക്കാൾ ശ്രേഷ്ഠമാണ് സഹോദരാ മാലിന്യത്തിൽ, മാലിന്യ കൂമ്പാരത്തിൽ, മാലിന്യ ജലത്തിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന പന്നിയുണ്ടല്ലോ, പന്നി. ആ പന്നികളെ നീ കെട്ടിപ്പിടിക്കൽ, ആ പന്നിയുമായി ചങ്ങാത്തം സ്ഥാപിക്കലാണ് അവന് ഖൈറെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പന്നി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വെറും ഛർദ്ദി വരും. പിന്നെ പന്നി അടുക്കലേക്ക് പോലോ, പിന്നെ പന്നിയെ തൊടലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്ക്, അന്യ ഒരു പെണ്ണുമായി ഒരുത്തൻ ചങ്ങാത്തം സ്ഥാപിച്ചാൽ മൻകിബുഹു അയ്യമസ്സ മൻകിബുഹു മൻകിബംറഅത്തിൻ, ഒരു പെണ്ണിന്റെ തോളും ഇവന്റെ തോളും കൂടെ ചേർത്ത് വെച്ച് അവൻ നടക്കുകയോ സഞ്ചരിക്കുകയോ ചങ്ങാത്തം പറയുകയോ ചെയ്താൽ ഖൈറുൽ ലഹു മിൻ അയ്യസ്ഹമ ഖിൻസീറൻ മുതലത്തിഖം ബിതീൻ. അഴുക്ക് ചാലിൽ കിടന്ന് കുളിച്ചുകൊണ്ടിരിക്കുന്ന പന്നിയുടെ കൂട്ടത്തിൽ പോയി അതിനെ കയറി ചേർന്ന് പിടിക്കലാണ് ഇവന് നല്ലത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ മനസ്സിലായല്ലോ, ഏകദേശമൊക്കെ മനസ്സിലായല്ലോ. ഇനി നാളെ എങ്കിലും ബസ്സിൽ പോകുമ്പോൾ ശ്രദ്ധിച്ചോളി. അല്ലാഹു തആല കാര്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ അറിയാതെ നമ്മളൊക്കെ ചെയ്തു പോയെങ്കിൽ തൗബ ചെയ്തോ, അറിയാതെ ചെയ്തു പോയെങ്കിൽ തൗബ ചെയ്യുക. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് ഹയാ ഇല്ലാത്തവനാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഹയാ അത്യന്താപേക്ഷിതമാണ്. ഹയാ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുവോ? എങ്ങനെങ്കിലും ബൈ ചാൻസിൽ പിടിച്ചു, ആരെങ്കിലും കണ്ടു, അത്രയും പേരുടെ മുന്നിലിട്ട് ജനങ്ങൾ ഇവനെ അടിക്കുമ്പോ ഒന്ന് ആലോചിച്ച് ചോദിക്കണം, ലജ്ജ ഉണ്ടെങ്കിൽ ചെയ്യുമോ? അതുകൊണ്ട് ഹയാ പ്രവാചകന്മാരുടെ പാരമ്പര്യമാണ്, അവരുടെ സ്വഭാവമാണ്. അർബഉം മിൻ സുനനിൽ മുർസലീൻ, 4 കാര്യം പ്രവാചകന്മാരുടെ സ്വഭാവ വിശേഷണങ്ങളിൽ പെട്ടതാണ്. ഒന്ന് അൽ ഹയാ, മറ്റൊരു റിവായത്തിൽ അൽ ഹന്ന എന്നും വരുന്നുണ്ട്. മൈലാഞ്ചി പുരട്ടുക, മൈലാഞ്ചി പുരട്ടൽ അത് സുന്നത്താണ്. നരച്ച താടിയൊക്കെ മൈലാഞ്ചി പുരട്ട്. നിങ്ങൾ നരച്ച താടിയൊക്കെ ഡൈ ചെയ്യാതെ, നരച്ച താടി ഡൈ ചെയ്യാതെ മൈലാഞ്ചി പുരട്ട് സുന്നത്താണ്. സഹോദരിമാരെ, ക്യൂടെക്സ് പുരട്ടാതെ നിങ്ങൾ മൈലാഞ്ചി പുരട്ട്, അത് സുന്നത്താണ്. അതും പ്രവാചകന്മാരുടെ സ്വഭാവത്തിൽപ്പെട്ട കാര്യമാണ്. രണ്ടാമത് സിവാക്ക്, പല്ല് തേക്കൽ, മിസ്വാക്ക് ചെയ്യൽ പ്രവാചകന്മാരുടെ സുന്നത്തിൽപ്പെട്ട കാര്യമാണ്. പല്ല് തേക്കി അത് ആര് പഠിപ്പിക്കണം? പക്ഷെ എന്റെ പ്രവാചകൻ ചെയ്തതാണ്, പ്രവാചകന്മാര് ചെയ്തതാണ് എന്ന ഒരു ഈമാനോടെ വിശ്വാസത്തോടെ നീ പല്ല് തേച്ചാൽ തീർച്ച നിനക്കതിന് കൂലിയാണ്. പ്രവാചകന്മാരുടെ ശഫാഅത്തിന് നീ അർഹനാണ്. അതുകൊണ്ട് ഒളു എടുക്കുമ്പോ ഒന്ന് പല്ല് വെച്ചോളി, ഒരു സുന്നത്തായ കാര്യമാണ്. ചിലർ കൈ കൊണ്ട് കൊട്ടിച്ചേക്കുക, അതിനേക്കാൾ നല്ലത് നിങ്ങൾ അതിനുള്ള അറാക്ക് അല്ലെങ്കിൽ അതുപോലുള്ള കമ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ചൊരു പല്ല് വെച്ചോ. ഒരു സുന്നത്ത് കളയുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഫർളാണ്, നമുക്കത് സുന്നത്താണ്. അതുകൊണ്ട് ആ സുന്നത്ത് ഹയാത്താക്കി, അത് പ്രവാചകന്മാരുടെ സുന്നത്താണ്. നമ്മൾ നേരം വെളുക്കുമ്പോൾ പല്ല് വയ്ക്കും. ചില പെണ്ണുങ്ങൾ ഒരു ദിവസം 5 പ്രാവശ്യം പല്ല് വയ്ക്കും. രാത്രി കിടക്കാൻ നേരത്തും പല്ല് വയ്ക്കും, നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോഴും പല്ല് വയ്ക്കും, ചായ കുടിച്ചാലും ബിസ്ക്കറ്റ് തിന്നാലും ഒക്കെ പല്ല് വയ്ക്കും. പ്രവാചകന്റെ സുന്നത്താണെന്ന നീയത്തിൽ മോളെ നീ അങ്ങനെ ചെയ്യണേ, എങ്കിൽ സുന്നത്തിന്റെ കൂലി നിനക്ക് കിട്ടും. മൂന്നാമത് അത്തഅത്തുർ, അത്തർ പൂശ. അത്രയൊന്നും പൂശൂല. പാശ്ചാത്യന്മാര് ആൽക്കഹോള് കയറ്റിവിട്ട സാധനങ്ങൾ കൊണ്ടുവന്നിട്ടാ ഇങ്ങനെ അടിച്ചിട്ട് പള്ളിയിൽ പോവുക. അത്തർ പൂശുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, നബി തങ്ങൾ വീട്ടിന് വേണ്ടി എത്ര പൈസ ചെലവ് ചെയ്യുമോ അത്രയും പൈസ അത്തർ വാങ്ങിക്കുന്നതിന് വേണ്ടി ചെലവ് ചെയ്യും. അതാണ് അത്തർ നല്ല പൂശണം. ചില അത്രക്ക് നല്ല പൂശണം വില കുറഞ്ഞ ആൾക്കാർ വാങ്ങിക്കും, 15 രൂപയ്ക്ക് കിട്ടും. മയ്യത്തിന് വേണ്ടി പുരട്ടുന്നതാ. ലാസ്റ്റ് ഘട്ടത്തിൽ വാപ്പാക്ക് കൊടുക്കുന്ന സമ്മാനം എന്താ? വാപ്പാടെ മയ്യത്ത് പൊതിയുമ്പോ അത്തർ. ഒരു കടയിൽ പോയി ഏറ്റവും കുറഞ്ഞ അത്ര ഏതാ? 15 രൂപയുടെ അതിലൊരു ഡസൻ ഇങ്ങോട്ട് എല്ലാം കൂടെ കൊണ്ട് പൊട്ടിച്ച് വാപ്പാടെ മണ്ടയിലോട്ട്. എന്തായാലും അവസാനം പോവല്ലോ. 15 രൂപയുടെ എങ്കിലും വാപ്പായ്ക്ക് ഒരു സഹായം ചെയ്തില്ലെങ്കിൽ പിന്നെന്താ? ബഹുമാനമുള്ളവരെ, അറബികൾ പരിശുദ്ധമായ കഅബ ഷരീഫിന്റെ ഹജറുൽ അസ്വദ്, ആ ഖിൽഅ, അതിന്റെ മൂടുപടം അവിടെയൊക്കെ പുരട്ടാൻ വേണ്ടി, തേക്കാൻ വേണ്ടി 100 കണക്കിന് റിയാലുകൾ വിലയുള്ള കുറച്ച് ഒരു മില്ലിക്കൊക്കെ 100, 200, 500 റിയാലുകൾ വിലയുള്ള ഊദ്, ഏറ്റവും വില കൂടിയ അത്തറാണ് വാങ്ങിക്കൊണ്ട് പുരട്ടുന്നത്. ലക്ഷക്കണക്കിന് പാവികൾ വന്ന് ഹജറുൽ അസ്വദ് മുത്തുമ്പോൾ
എത്രയോ പേര് ചൂട് കൊണ്ട് സഹിക്കവയ്യാതെ ആ ചൂടത്ത് വിയർത്ത് ഒലിച്ച് ആ ഹജറുൽ അസ്വദ് മുത്തുമ്പോൾ വിയർപ്പിന്റെ ദുർഗന്ധം നമുക്ക് വമിക്കും. ആ വിയർപ്പിന്റെ ദുർഗന്ധം നമുക്ക് ആസ്വദിക്കാൻ കഴിയും. നമുക്ക് ദുർഗന്ധം നമുക്ക് അസഹ്യമായി തോന്നും. പക്ഷേ ആ അസഹ്യതകളെയെല്ലാം തള്ളിക്കൊണ്ട് ഊദിന്റെ സുഗന്ധം നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ആ ഊത് പുരട്ടിയ ഹജറുൽ അസ്വദിൽ പോയി മുത്തുമ്പോൾ ശേഷം നമ്മളൊന്ന് പോയി മുത്തിയാൽ എത്ര ദുർഗന്ധം വമിക്കുന്ന ഒരു വ്യക്തിയാണ് ഹജറുൽ അസ്വദ് മുത്തുന്നതെങ്കിൽ ശേഷം നമ്മളൊന്ന് മുത്തിയാൽ നല്ല മണവാണ്. അത്രയ്ക്കും വിലപിടിപ്പുള്ള കൂടിയ ഊദിന്റെ അത്തറുകളാണ് ഈ ഹജറുൽ അസ്വദിൽ ഹജറുൽ അസ്വദിലും ഖിൽആയിലും അവിടുത്തെ പരിശുദ്ധമായ ആ സ്ഥലങ്ങളിലും ഭിത്തികളിലും എല്ലാം അറബികള് മുൽത്തസിമില് കഅബയുടെ വാതിലിലൊക്കെ അറബികൾ കൊണ്ട് വാരി വാരി തേക്കുന്നത്. അവരോട് പിശിക്കാറില്ല. നമ്മളാണെങ്കിൽ ഇവിടുന്ന് 10 രൂപയുടെ മജുമായി മേടിച്ചോണ്ട് പോകും. എനിക്കൊരു നെയ്യത്താണ് കഅബയുടെ മൂടുപടത്തിൽ ഇത് അത്ര വരണം എന്ന് പറഞ്ഞിട്ട്. ആരെങ്കിലും 100 രൂപ 100 എന്ന് പറഞ്ഞാൽ സ്വീകരിക്കോ? 100 രൂപയ്ക്ക് ഒരു അത്ര നമ്മൾ വാങ്ങിക്കോ? അത്ര പേരട്ടി പള്ളിയിൽ വാ. സുബഹിക്കൊക്കെ കിടന്ന കിടപ്പിൽ എഴുന്നേറ്റ് പല്ലും തേക്കാതെ പള്ളിയിൽ വരും. വൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന് പറയുമ്പോൾ ഇമാം ആമീൻ എന്ന് പറയുമ്പോൾ വായിന്ന് അല്ലാഹു അങ്ങോട്ട് മലക്കക്ക് ആമീൻ പറയാൻ പറ്റൂല, ഇങ്ങോട്ട് മലക്കക്ക് ആമീൻ പറയാൻ പറ്റൂല. അതുകൊണ്ടാ പള്ളിയിൽ വരുമ്പം പല്ല് വെച്ചിട്ട് വരണമെന്ന് പറയുന്നത്. ബീഡി വലിക്കൽ എത്ര സഹോദരന്മാർ ബീഡി വലിക്കുന്ന സുഹൃത്തുക്കളെ. ഉമ്മു സൽമ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ കുല്ലി മുഫ്തിരിൻ വ മുസ്കിരിൻ, എല്ലാ ബലഹീന ഉണ്ടാക്കുന്നതും ശരീരത്തിന് ബലഹീനത ഉണ്ടാക്കുകയും അതേപോലെ ശരീരത്തെ നശിപ്പിക്കുകയും അതേപോലെ ലഹരി ഉണ്ടാക്കുന്നതുമായ സകലമാന വസ്തുക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ചിരിക്കുന്നു എന്ന് ഉമ്മു സൽമ റളിയല്ലാഹു അൻഹ പറയുന്ന അടിസ്ഥാനത്തിൽ ബഹുമാനമുള്ളവരെ പരിശുദ്ധ ഖുർആനിലും വലാ തുൽഖൂ ബി ഐദീകും ഇല തഹ്ലുക, നാശത്തിലേക്ക് നിങ്ങളുടെ കൈകൾ കൊണ്ടിടല്ലേ എന്ന് പറഞ്ഞ ഖുർആനിന്റെ അടിസ്ഥാനത്തിലും വഹയഉമുറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുൻകർ നല്ലത് അള്ളാഹു അനുവദിച്ചു, മോശപ്പെട്ടത് അള്ളാഹു വിലക്കി എന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ അടിസ്ഥാനത്തിലും മുഫസ്സിരീങ്ങളും പണ്ഡിതന്മാരും പറയുന്നു ബീഡി വലിക്കൽ തെറ്റാണ്. ഈ ബീഡി വലിച്ചു പള്ളിയിൽ വരുന്ന സഹോദരൻ ആമീൻ എന്ന് പറഞ്ഞ് വായൊന്ന് തുറന്ന എന്തായിരിക്കും അവസ്ഥ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വലിച്ച സഹോദരങ്ങളെ പല്ല് നല്ലപോലെ തേച്ചിട്ട് വരണേ. ഭാര്യമാർ അടുക്കലിൽ പോയി കിടക്കുമ്പോൾ നിങ്ങൾ ഈ ബീഡിയും വലിച്ച് കട്ടൻ ബീഡിയും വലിച്ചിട്ട് എങ്ങനെ പോയി കിടന്നുറങ്ങും, സംസാരിക്കും? നാറ്റമടിക്കൂലേ? അതുകൊണ്ട് അള്ളാഹുടെ മുന്നിലാ വരുന്നത്. അള്ളാഹുവിന്റെ മുന്നിൽ വരുമ്പോൾ നിങ്ങൾ പല്ല് തേച്ച് അത്തറ് പൂശി നല്ല വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരിൻ.